നമുക്കൊരു റെസ്റ്റോറന്റിന്റെ ബില്ല് കിട്ടുവാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ GST നമ്പർ നോക്കുക. ഓക്കെ, ഈ GST നമ്പറിൽ ഒരു കാര്യമുണ്ട്. ഈ GST നമ്പർ നമുക്ക് GST പോർട്ടലിൽ, ഗവൺമെന്റിന്റെ GST പോർട്ടലിൽ കയറിയിട്ട് നമുക്ക് ഈ നമ്പർ അവിടെ അടിച്ചു കൊടുത്ത് അറിയാൻ പറ്റും ഈ റെസ്റ്റോറന്റ് കോമ്പോസിഷൻ സ്കീമിലാണോ റെഗുലർ ടാക്സ് പേയിങ് സ്കീമിലാണോ. കോമ്പോസിഷൻ സ്കീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഇവര് ടാക്സ് അടയ്ക്കും ഗവൺമെന്റിന്. അത് ആക്ച്വലി നമ്മൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ നിന്ന് ഒരു കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് ₹1 പോലും നമുക്ക് ടാക്സ് GST എന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിക്കാനുള്ള റൂളില്ല. എന്നാൽ റെഗുലർ ആണെങ്കിൽ നമ്മുടെ ഇന്ന് വാങ്ങിക്കാം. പിന്നെ അത് GST കാണുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു സംശയമാണ്. അപ്പം ഉടമയോട് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ആരും കാണത്തില്ല, അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന സ്റ്റാഫിനോട് ചോദിച്ചാൽ അവർക്ക് അറിയത്തില്ലായിരിക്കും. നമുക്ക് ഫോൺ എടുക്കുക, ജസ്റ്റ് GST പോർട്ടലിൽ കയറുക, അടിച്ചു നോക്കുക. കോമ്പോസിഷൻ സ്കീമാണെന്ന് കാണുവാണെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. അവർ ചോദിക്കുകയാണെങ്കിലും നമുക്ക് ലീഗലി മൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഓണറിനെ വിളിക്കാൻ പറയാം, സംസാരിക്കാം. റെഗുലർ ആണെങ്കിൽ നമ്മൾ കൊടുക്കണം. യെസ്. അതുപോലെ വേറൊരു തട്ടിപ്പ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തട്ടിപ്പാണ് ചില റെസ്റ്റോറൻറ്റ്സുകാർ ചെയ്യുന്നതാണ്. ഇപ്പം ബില്ലിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരും. ആ മിസ്റ്റേക്ക് ഇപ്പം ഒരു ₹300 സാധനം കൂടെ അഡീഷണൽ ചാർജ് ആയി, നമ്മൾ കഴിക്കാത്തത്. ഓക്കെ, അത് മിസ്റ്റേക്ക് പറ്റിയായിരിക്കും. നമ്മൾ അത് റെക്കഗ്നൈസ് ചെയ്ത് അവരോട് പറയും, ഓക്കെ ചേഞ്ച് ചെയ്യാൻ പറയും. അപ്പൊ എന്ത് ചെയ്യുന്നറിയാം, അവർ കൊണ്ടുപോയിട്ട് പേന കൊണ്ട് തിരുത്തും, അത് വെട്ടിയിട്ട് ബാക്കിയുള്ള എമൗണ്ട് ഇടും. അപ്പൊ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ബില്ല് സ്വീകരിക്കരുത്. എന്താന്ന് വെച്ചാൽ ആ ബില്ല് കൊടുത്തിട്ട് പറയണം എനിക്ക് പുതിയ ബില്ല് ഇഷ്യൂ ചെയ്ത് തരാൻ പറയണം. ബിക്കോസ് ആ ₹300 ഒരു GST കാണുമല്ലോ, ആ GST താഴെ ആയിരിക്കുമല്ലോ. ഈ വെട്ടുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 300 ആയിരിക്കും, GST വെട്ടുന്നില്ല. അപ്പൊ ആക്ച്വലി നമ്മുടെ കയ്യിൽ നിന്ന് അവിടുന്ന് എമൗണ്ട് പോകുന്നുണ്ട്. അപ്പൊ പിന്നെയും ജനറേറ്റർ ആയിട്ടുള്ള, കമ്പ്യൂട്ടർ ജനറേറ്റർ ആയിട്ടുള്ള ഒരു ബില്ല് ആവശ്യപ്പെടണം. ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണമായിരുന്നു. ഒരു കുഞ്ഞു ബില്ലിന്റെ നമ്മുടെ കയ്യിൽ നിന്ന് ചെറിയ എമൗണ്ട് ആയിരിക്കും പോകുന്നത്. അങ്ങനെ 100 കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അവർക്കൊരു റവന്യൂ അല്ല. എല്ലാ റെസ്റ്റോറന്റുകാരും അങ്ങനെ ചെയ്യുന്നു പറയുന്നില്ല. ചിലവര് അവിടെ ഇവിടെ ആയിട്ടൊക്കെ ചെയ്യാറുണ്ട്. മനസ്സിലായി. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടൊക്കെ എന്റെ അമ്മയൊക്കെ എന്നോട് ജോലി കിട്ടിയ കാലം തൊട്ട് പറയായിരുന്നു, എന്റെ മോളെ ഇങ്ങനെ അടിച്ചുപൊളിച്ച് ജീവിക്കരുത്, കുറച്ചൊക്കെ പൈസയൊക്കെ സേവ് ചെയ്ത് വെക്കണം. അപ്പൊ പൈസ സേവ് ചെയ്ത് വെക്കാനായിട്ട് അവര് തരുന്ന ഇൻവെസ്റ്റ്മെന്റ് മോഡുകളാണ്. നമുക്ക് KSF ഉണ്ട്, നമുക്ക് പോസ്റ്റ് ഓഫീസ് ഉണ്ട്, നമുക്ക് FD ഇടാം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇന്നത്തെ ഒരു ഫൈനാൻഷ്യൽ ഇൻഫ്ലുവൻസറോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ആയിരിക്കും നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരങ്ങൾ എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും. അപ്പോ നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ നമ്മുടെ മുൻ ജനറേഷൻ ചെയ്തുകൊണ്ടിരുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ മണ്ടത്തരമാണോ? ഇപ്പൊ മുൻ ജനറേഷനെ പറ്റി പറയുകയാണെങ്കിൽ അത് ഒരു ജനറേഷനകത്ത് ഒരു വ്യത്യാസം വരും. അന്ന് അവർക്ക് അതാണ് ഓക്കെ. അന്ന് എത്ര പേര് സ്റ്റോക്ക് മാർക്കറ്റ് യൂസ് ചെയ്യുന്നു, എത്ര പേര് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അന്ന് വെച്ച് നോക്കുമ്പോൾ അത് മോശമാണെന്ന് ഞാൻ പറയില്ല. കാരണം അന്നത്തെ ഇൻഫ്ലേഷൻ റേറ്റ് അല്ല ഇന്നത്തെ ഇൻഫ്ലേഷൻ റേറ്റ്, പണപ്പെരുപ്പം. ഇന്നത്തെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇന്ത്യൻ റേറ്റ് എന്ന് പറയുമ്പോൾ 6 to 7%, 5 to 6%, 7% വരെയൊക്കെ എത്തുന്നുണ്ട്. അപ്പൊ FDക്ക് കിട്ടുന്ന റിട്ടേൺ എത്ര? 7% to 8%. എങ്ങനെ അത് ബീറ്റ് ചെയ്യും? ആക്ച്വലി നമ്മൾ ഇടുന്ന ഫണ്ട് അവിടെ കിടന്ന് കൂടുന്നില്ല, തെറ്റിദ്ധരിപ്പിക്കുകയാണ് ആക്ച്വലി. അപ്പൊ നമ്മളൊരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കണ്ടും പൂട്ടി അവിടെ നമുക്ക് CAGR വർഷം 15 to 16% കിട്ടും. ഒരു റിസ്കും ഇല്ല. ഡയറക്റ്റ് നമ്മൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്താലോ അതിൽ കൂടുതൽ കിട്ടും. 20% to അതിന്റെ മുകളിലേക്ക് കിട്ടും. പക്ഷേ ഇപ്പൊ ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്നൊക്കെ നമ്മൾ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ടെൻഷനാണ്. ഇതൊക്കെ ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് ആണ്, അല്ലെങ്കിൽ